ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ട് മുഖ്യ കോച്ച് ഗൗതം ഗംഭീറും പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് ഇംഗ്ലണ്ടിനെതിരായ 5 ടെസ്റ്റുകളുടെ പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ 18-അംഗ സ്ക്വാഡിനെ സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചത്. ഗില്ലിന് പുതിയ നായകനായി നറുക്കുവീണപ്പോൾ വൈസ് ക്യാപ്റ്റനായി ഋഷഭ് പന്തും ഉണ്ടായിരുന്നു. ഇന്ത്യൻ സ്ക്വാഡിലെ ഏറ്റവും വലിയ സർപ്രൈസുകളിലൊന്ന് മിന്നുന്ന ഫോമിലുള്ള യുവ ഇടംകയ്യൻ ബാറ്റർ സായി സുദർശൻ ആദ്യമായി ടെസ്റ്റ് ടീമിൽ ഇടം നേടി എന്നതാണ്. പക്ഷേ സായിയെ ടീമിലെടുക്കാൻ ഗംഭീറിന് താല്പര്യമില്ലായിരുന്നുവെന്നും ഗില്ലിന്റെ ഇടപെടൽ കാരണമാണ് കോച്ച് ഒടുവിൽ വഴങ്ങിയതെന്നുമാണ് ക്രിക്കറ്റ് ബ്ലോഗറുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇന്ത്യൻ സ്ക്വാഡ് സെലക്ഷന് തൊട്ടുമുമ്പായി സായി സുദർശനെ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയിൽ തനിക്ക് വേണ്ടെന്ന് ഗൗതം ഗംഭീർ തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ തീരുമാനം സെലക്ഷൻ കമ്മിറ്റിയിലുള്ളവരെ മുഴുവൻ ഞെട്ടിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്നാൽ സായി തീർച്ചയായും സംഘത്തിൽ വേണമെന്നായിരുന്നു പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ അഭിപ്രായം. തുടർന്ന് അരമണിക്കൂറോളം ഇതേക്കുറിച്ച് ഗംഭീറുമായി ഗിൽ സംസാരിച്ചതായും അതിനുശേഷമാണ് സായിക്ക് ടീമിലേക്ക് പച്ചക്കൊടി ലഭിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗൗതം ഗംഭീർ നേരത്തെ സ്വയം ഒരു ഇടംകയ്യൻ ബാറ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സായിയെ എതിർക്കുന്നതിൽ അർത്ഥമില്ലായിരുന്നു എന്നാണ് BCCIയുടെ അടുത്ത വൃത്തങ്ങളിലുള്ളവർ ക്രിക്കറ്റ് ബ്ലോഗറോട് വെളിപ്പെടുത്തിയത്. ആഭ്യന്തര ക്രിക്കറ്റിലും ഇപ്പോൾ IPLലുമെല്ലാം വലിയ റൺവേട്ട നടത്തിക്കൊണ്ടിരിക്കുന്ന സായിയെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അജിത് അംഗക്കാറിനു കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റിക്കും ഗില്ലിനുമെല്ലാം ഇതേ അഭിപ്രായം തന്നെയാണ് ഉണ്ടായിരുന്നതെങ്കിലും ഗംഭീറിന്റെ പ്ലാൻ വ്യത്യസ്തമായിരുന്നു. ഇതിഹാസ താരങ്ങളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അപ്രതീക്ഷിത വിരമിക്കലിന് ശേഷം ഇന്ത്യൻ ടീം കളിക്കുന്ന ആദ്യത്തെ റെഡ് ബോൾ പരമ്പര കൂടിയാണ് ഇംഗ്ലണ്ടിലേത്. ബാറ്റിംഗിൽ ഇരുവരുടെയും അഭാവം നികത്തുകയെന്ന വലിയൊരു വെല്ലുവിളിയാണ് ഇനി ടീമിന് മുന്നിലുള്ളത്. 3-ാം നമ്പറിലായിരിക്കും ഇംഗ്ലണ്ടിനെതിരെ സായി ബാറ്റിംഗിന് ഇറങ്ങിയേക്കുക എന്നതാണ് സൂചനകൾ പറയുന്നത്. കോഹ്ലിയുടെ പൊസിഷനായ 4-ൽ ക്യാപ്റ്റൻ ഗില്ലും ബാറ്റ് ചെയ്തേക്കും. ഇതാദ്യമായല്ല ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഗംഭീറും സെലക്ടർമാരും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുന്നത്. ഈ വർഷം ആദ്യം നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ടീം സെലക്ഷനുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ശ്രേയസ് അയ്യർ ടീമിൽ വേണമെന്ന് ഗംഭീർ വാശി പിടിച്ചപ്പോൾ അഗാർക്കറും സെലക്ടർമാരും ഇതിനോട് യോജിച്ചില്ല. ഒടുവിൽ ഗംഭീറിന്റെ നിർബന്ധത്തിന് വഴങ്ങി ശ്രേയസിനെ ടീമിൽ എടുക്കുകയും ചെയ്തു. ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്കായി മാറിയിരുന്നു. ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശ്രേയസ് ടീമിന്റെ ടോപ്പ് സ്കോററുമായിരുന്നു. സുദർശന്റെ ഫോമാണ് അടുത്തൊരു കാര്യം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി ഏകദിനത്തിലും T20യിലും ഇതിനകം അരങ്ങേറിക്കഴിഞ്ഞ സായി സുദർശൻ ഇതാദ്യമായിട്ടാണ് ടെസ്റ്റ് ടീമിന്റെ ഭാഗമായത്. IPLൽ ഗുജറാത്ത് ടൈറ്റൻസിനായി വലിയ റൺവേട്ട നടത്തുന്ന അദ്ദേഹം ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്റ്റന്റെ അവകാശിയുമാണ്. 14 മത്സരങ്ങളിൽ നിന്നും 52.23 എന്ന തകർപ്പൻ ശരാശരിയിൽ 155.37 സ്ട്രൈക്ക് റേറ്റോടെ 679 റൺസാണ് ഗിൽ ഇതിനകം വാരിക്കൂട്ടിയത്. ഒരു സെഞ്ചുറിയും 5 50+ സ്കോറുകളും ഉൾപ്പെടെയാണിത്. കഴിഞ്ഞ സീസണിലെ രഞ്ജി ട്രോഫിയിൽ തമിഴ്നാടിനു വേണ്ടിയും സായി തകർപ്പൻ ഫോമിലായിരുന്നു. ഒരു ഡബിൾ സെഞ്ചുറി അടക്കം 76 ശരാശരിയോടെയാണ് താരം ബാറ്റ് വീശിയത്. പിന്നീട് ഇംഗ്ലണ്ടിലെ കൗണ്ടി ക്രിക്കറ്റിൽ കളിച്ച സായി അവിടെയും ശ്രദ്ധേയമായ പ്രകടനം തന്നെ നടത്തിയിരുന്നു.